ഇന്നത്തെ ഫോറക്സിൽ യൂറോയിസ്റ്റിൽ മൊമെൻ്റ് ആണ്. കണ്ടിന്യൂസ് ആയിട്ട് 3 ദിവസമായിട്ട് മാർക്കറ്റ് ഡൗൺ തന്നെയാണ്. മോർണിംഗിൽ ഇന്ന് നല്ലൊരു സൈഡ് വേസ് ആയിരുന്നു. അത് ഫോറക്സ് മാർക്കറ്റിലൊക്കെ സൈഡ് വേസ് ഇൻഡിഫിക്കേഷൻ, അതായത് സൈഡ് വേസ് മാർക്കറ്റ് വരുമ്പോൾ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം, നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ബ്രേക്ക്ഔട്ട് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാമെന്ന് 30 മിനിറ്റ്സിൻ്റെ ടൈം ഫ്രെയിമിൽ കറക്റ്റായിട്ട് കാണിച്ചു തരും. അപ്പോൾ 5:15 നമുക്ക് സ്കാൽപ്പിംഗ് ആണ്, കുറച്ചുകൂടെ ആക്യുറസി വരുന്ന 30-ലാണ്. അപ്പം ഇന്നത്തെ യൂറോയിസ്റ്റിൽ അത് കറക്റ്റായിട്ട് ഇൻഡിക്കേഷൻ നമുക്ക് സൈഡ് വേസ് കാണിച്ചിട്ടുണ്ട്. അത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ എളുപ്പമാണ്. യൂറോ USDയുടെ 30 മിനിറ്റ്സിലെ പെർഫോമൻസ് ആണ്. ഫോറക്സിൽ ആക്യുറേറ്റ് ടൈം ഫ്രെയിം വരുന്ന 30 മിനിറ്റ്സ് ആണ്. സൈഡ് വേസ് ഇൻഡിഫിക്കേഷനൊക്കെ വ്യക്തമായിട്ട്, മാർക്കറ്റിന്റെ സൈഡ് വേസ് ട്രെൻഡ് വ്യക്തമായിട്ട് നമുക്ക് 30 മിനിറ്റ്സിലൂടെ ഐഡന്റിഫൈ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ യൂറോ USDയിലെ മൊമെന്റ് ആണ്. കഴിഞ്ഞ 2 ദിവസമായിട്ട് മാർക്കറ്റ് ഡൗണിലായിരുന്നു. അപ്പോൾ ഇന്ന് മോർണിംഗ് തൊട്ട് മാർക്കറ്റ് സൈഡ് വേസ് ആണ്. ഇപ്പോഴാണ് ഇന്ന് മാർക്കറ്റ് ഡൗൺ ഇറങ്ങുന്നത്. നമുക്ക് നോക്കുകയാണെങ്കിൽ നല്ലൊരു എക്സ്ട്രാ കളർ വഴി നമുക്ക് അവിടെ സോഫ്റ്റ്വെയർ അവിടെ സൈഡ് വേസ് ആണെന്ന് വ്യക്തമായിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ 30 മിനിറ്റ്സിൽ ഇത് വ്യക്തമായിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം. അപ്പോൾ ഫേക്ക് ട്രേഡ് അവോയ്ഡ് ചെയ്താൽ തന്നെ നമുക്ക് കറക്റ്റായിട്ട് റിസൾട്ട് കിട്ടും. അപ്പം ഈ യൂറോയിസ്റ്റിയുടെ പെർഫോമൻസ് നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ലാസ്റ്റ് 30 മിനിറ്റ്സിൽ 6:12 വന്ന ആ സെൽ ഇൻഡിക്കേഷൻ ഇപ്പോഴും മാർക്കറ്റ് ഡൗൺ ആണ്. ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ആയപ്പോൾ മോർണിംഗിൽ ഒരു ട്രേഡും തന്നില്ല. ബൈ ട്രേഡ് നമുക്ക് സെൽ ട്രേഡ് അതിന് എക്സ്ട്രാ കളർ വഴി ഇവിടെ വ്യക്തമായിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പം നമുക്കിപ്പോൾ മാർക്കറ്റ് പിന്നെ താഴ്ത്ത് ഇറങ്ങുന്നത്. അപ്പം നമുക്ക് അവിടെ ബൈ ട്രേഡ് ഇല്ല, തിരിച്ച് മാർക്കറ്റ് ഇറങ്ങാനുള്ള ചാൻസ് ആണ് അവിടെ വ്യക്തമായിട്ട് മാർക്കറ്റ് ഐഡന്റിഫൈ ചെയ്യുന്നത്. സപ്പോർട്ട് കട്ട് ചെയ്താൽ മാർക്കറ്റ് താഴ്ത്ത് ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് അവിടെ റീ എൻട്രി തരും. ഓൾറെഡി ഇത് 3 ടാർഗറ്റും ഹിറ്റ് ചെയ്തു. സിഗ്നൽ തന്ന സമയത്തുള്ള എൻട്രി പോയിന്റും ടാർഗറ്റുമാണ് താഴെ കൊടുക്കുന്നത്.